മുതിർന്ന CPM നേതാവ് MM മണി എപ്പോഴും വിവാദങ്ങളിൽ ചെന്ന് ചാടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. മണിയാശാൻ്റെ ഇത് ഗ്രാമ്യ ശൈലിയാണെന്നാണ് അവർ പറയുന്നത്. ഒരു ഗ്രാമീണനാണ് അദ്ദേഹം നാട്ടിൻപുറത്തുകാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന പല പരാമർശങ്ങളും ആ അർത്ഥത്തിൽ കണ്ടാൽ മതി എന്നാണ് പാർട്ടി എപ്പോഴും പറയാറുള്ളത്. വായി വരുന്ന കോതയ്ക്ക് പാട്ടാണ്. ഇദ്ദേഹം അറിയാമല്ലോ 2012 കാലഘട്ടത്തിൽ 2012 തോന്നുന്നു, അതോ 2013 2012 ഈ ഇദ്ദേഹം 1 2 3 4 പ്രസംഗം നടത്തുന്നത്. അന്ന് ഞാൻ തൊടുപുഴ മംഗളത്തിൻ്റെ ജില്ലാ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ അന്ന് എനിക്ക് അന്ന് നല്ല റീച്ചുള്ള സമയമാണ് ഈ മംഗളത്തിന് അവിടെ തന്നെ. അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടും നമുക്ക് ഒരുപാട് റിപ്പോർട്ടേഴ്സും എല്ലാം ഉണ്ട്. എനിക്ക് 7-8 റിപ്പോർട്ടേഴ്സ് എൻ്റെ ബ്യൂറോയിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പോകുമ്പോൾ ആ സമയത്താണ് ഈ മണിയാശാൻ്റെ 1 2 3 പ്രസംഗം വരുന്നത്. സത്യത്തിൽ അതൊക്കെ അന്നൊക്കെ ഇതുപോലെ സോഷ്യൽ മീഡിയ വ്യാപകമല്ല. എല്ലാവരുടെയും കൈ ക്യാമറ ഫോണൊന്നുമില്ല. എല്ലാവരുടെയും കയ്യിൽ നിന്ന് കീപാഡ് ഫോണും ക്യാമറ ഫോണൊക്കെ അത് ഒരു എന്താ പറയുന്നത്, ഒരു ഇതായി വരുന്ന ഒരു സമയമാണ്. ഈ ശരിക്കും അവിടെ നിന്നൊരു പ്രാദേശിക ചാനലിൻ്റെ ഒരു റിപ്പോർട്ടറാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരുത്തനെ വെട്ടിക്കൊന്നു. ജില്ലാ പരിപാടി പ്രാദേശിക പരിപാടിയാണ്. ഒരുത്തനെ തല്ലിക്കൊന്നു, ഒരുത്തനെ വെട്ടിക്കൊന്നു, എന്തോ ചെയ്തെന്ന് ഇങ്ങനെ വെടിവെച്ചു ഇങ്ങനെയൊക്കെ വെച്ച് പുള്ളി സംസാരിച്ചു. ഈ സംഭവം പ്രാദേശിക ചാനലുകാരെ എടുത്തുകൊണ്ട് വന്നു. എനിക്കൊന്ന് അന്ന് അനീഷ് എന്ന് പറഞ്ഞ MS അനീഷ് എന്ന റിപ്പോർട്ടർ ചാനലിലാണെന്ന് തോന്നുന്നു. ഇത് എങ്ങനെയോ ഈ അനീഷ് കണ്ടു, ഈ പ്രാദേശിക എടുത്തുകൊണ്ട് വന്നാക്കിയത് കണ്ടു. മണിയാശാൻ എന്നാണ് ഒരുത്തനെ കൊന്ന കഥയൊക്കെ പറയുന്നത്. ഇത് അനീഷിന് പെട്ടെന്ന് കത്തിയിട്ട് അനീഷ് ഇതെടുത്ത് പെട്ടെന്ന് എയർ ചെയ്തു. റിപ്പോർട്ടറില്ല. ഈ സംഭവം ഭയങ്കര വിഷയമായി മാറി. കോൺഗ്രസ് ഭരിക്കുന്ന സമയമാണ്. വലിയ വിഷയമായി മാറിക്കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പെട്ടുപോകുന്നത്. ഇതിനകത്ത് വെളിപ്പെടുത്തലാണല്ലോ, വർഷങ്ങൾ കഴിഞ്ഞു. ഇത് ലക്ഷ്മണയുടെ പിന്നെ രാമേന്ദ്രൻ നായരുടെ വെളിപ്പെടുത്തലിൽ വർഗീസിനെ കൊന്നാണെന്ന് പറയുന്നത് ലക്ഷ്മണ വരെ അകത്ത് പോയ സമയമാണ്. എന്താണെങ്കിലും ഇത് പുനരന്വേഷണം. ഒരുത്തനെ വെട്ടിക്കൊന്നു, ഒരുത്തനെ കുത്തിക്കൊന്നു, എടുത്ത്. അപ്പൊ ഇതാണ് പിന്നീട് ആട് സിനിമയിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രം ശശി. അതിനകത്ത് സംഭവിച്ച പോലെ തന്നെയാണ് മണിയാശാന് സംഭവിച്ചത്. എന്തോ പറ്റിയെന്നറിയോ, ഈ മണിയാശാൻ വിചാരിച്ചത് ഇത് ഒരു വലിയ കാര്യമൊന്നുമില്ല, ലോക്കൽ പരിപാടി. പക്ഷേ അദ്ദേഹത്തിന് അവസാനം പിടി വീണു. അദ്ദേഹം അറസ്റ്റിലായി. അപ്പോൾ ഈ അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോലീസിന്റെ മുമ്പിൽ പുലി പോലെ നിൽക്കുമെന്നാണ്. അതെ. പക്ഷെ അവർ അന്വേഷണ സംഘം ഞെട്ടിപ്പോയെന്നാണ്. കാരണം അദ്ദേഹം അവിടെ ഈടങ്ങിയെന്നാണ് ഈ പറ്റിപ്പോയെന്ന രീതിയിൽ എനിക്കങ്ങ് പറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞത്. അതായത് ഇന്ദ്രൻസിന്റെ കഥാപാത്രം ആട് സിനിമയിൽ എങ്ങനെയാണോ അത് തന്നെ അവിടെയും സംഭവിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ ഒരു നമ്പർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വന്നേ. ഇന്ന് അടുത്ത വിവാദമായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇതറിയാമല്ലോ, അവിടെ മറ്റേപ്പണി കാണിച്ചു. എന്തായിരുന്നു മറ്റേപ്പണിയായിരുന്നു. ഓരോരുത്തരെ പുള്ളി വളരെ മോശമായിട്ട് സ്ത്രീകളെ കുറിച്ച് ഉമാ തോമസിനെതിരെ കണ്ട് പ്രശ്നം പറഞ്ഞു. ഉമാ തോമസിനെതിരെ പറഞ്ഞു. അവിടെ മറ്റേ പെമ്പിളെ ഒരുമ അവരോടാ പറഞ്ഞ മറ്റേപ്പണിയാണ്. ഇവര് ഒരു വനിതാ പോളിടെക്നിക് പ്രിൻസിപ്പല്, അതെ, അവരെ അധ്യാപിക ഇടുക്കിയിൽ അവരെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഇതിവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് അഭിമന്യു, SFI നേതാവായിരുന്ന അഭിമന്യു, മഹാരാജാസ് കോളേജിലെ നേതാവായ ഈ വർഗീയ പാർട്ടികൾ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് അഭിമന്യുവിന്റെ അനുസ്മരണ ചടങ്ങിൽ മൂന്നാറിൽ പ്രസംഗിക്കുമ്പോൾ ഉള്ള ഒരു മണിയാശാന്റെ അടുത്ത പ്രസംഗം കൊച്ചിയിലായിപ്പോയി. ഇവിടെ ആയിരുന്നു ഞങ്ങൾ കാണിച്ചു തന്നേനെ. തീർന്നിട്ടില്ല, ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്. ഇവന്മാർ ഇപ്പോഴും ഉണ്ട്. ഈ അഭിമന്യുവിനെ കൊന്നവന്മാരെ ഞങ്ങൾ കാച്ചിയിരിക്കും. അഭിമന്യുവിനെ കൊന്നത് ആരാണെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് വാ തുറന്ന് പറയാൻ ധൈര്യമില്ലാത്ത CPMകാരാണ് ഈ പറയുന്നത്. SFIക്കാരോ വർഗീയതക്കെതിരെയും ഞങ്ങൾ പിന്നെ ഏതാണ് സ്നേഹമാണ് വലുതെന്ന് പറയുന്നവർക്കും ഇപ്പോഴും ആ സംഘടന ഏതെന്ന് പറയാൻ പേടിയാണ്. സംഘടന എന്ന് പറയുന്നത് ഇത് ഈ മറ്റേ കഴുത കരഞ്ഞു തീർക്കുമെന്ന് പറയുന്ന പോലെ ഇമാര് ഭിത്തിയിൽ എഴുതി അങ്ങ് തീർക്കുക. എന്താ വർഗീയത തുലിയായിട്ട്. ആരുടെ വർഗീയതയാ? അതെഴുതത്തില്ല. അവർ RSSകാരായിരുന്നു കൊലക്കേസ് പ്രതിയെങ്കിൽ അവരെഴുതിയനും RSS വർഗീയത തുലയട്ടെ എന്നുണ്ട്. ഇത് SDPI വർഗീയത തുലയട്ടെ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് വർഗീയത തുലയട്ടെ എന്ന് എഴുതാനുള്ള ധൈര്യം ഇവർക്ക് മാത്രമല്ല. ഇത് സംബന്ധിച്ച് ഒരുപാട് എവിഡൻസ് ഒക്കെ അങ്ങനെ കോടതിയിൽ നിന്ന് കാണാതെ പോയെന്നവരെ പറഞ്ഞു. എല്ലാം മുക്കിക്കൊടുത്തു. എല്ലാ SDPIക്ക് വേണ്ടി എല്ലാ ത്യാഗം വരെ ചെയ്തു കൊടുത്തു. പാവപ്പെട്ട ഈ കുട്ടിയുടെ പേരിൽ പൈസയും പിരിച്ചു. അത് മാത്രമല്ല, അഭിമന്യുവിനെ കൊല്ലാനുള്ള കാരണം എന്താ? ഈ തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനം അവിടെ ക്യാമ്പസിൽ വ്യാപകമാകുന്നു എന്ന് കണ്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ അതിനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്കിൽ എഴുതി. അതിൻ്റെ പേരിലാണ് ആ ചെറുപ്പക്കാരനെ കൊല്ലുന്നത്. ആ കൊന്ന ചെറുപ്പക്കാരനെ വെച്ച് കാശുണ്ടാക്കി ഈ CPM എല്ലാം വരിച്ചു.
എന്നിട്ട് അതിനൊന്നും ഒരു ഉളുപ്പുമില്ലാതെ ഇതെല്ലാം അടിച്ചു മാറ്റി തിന്നിട്ടാണ് ഇപ്പം ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, ഞങ്ങൾ അങ്ങനെ കണ്ടോളാന്ന് പറഞ്ഞു. ഇവർ എത്ര 10 വർഷം ഇവർ ഭരിക്കുകയല്ലായിരുന്നു? ഇവരൊക്കെ എന്ത് ചെയ്യാൻ സാധിച്ചു? അല്ല, ഇവർ എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് ഇനി ആരാണ്ടെയൊക്കെ പിടിക്കാനുണ്ട്. ഉണ്ട്. ഇതുപോലെ നമ്മുടെ ചെങ്ങന്നൂർ വിശാൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഇതുപോലെ കൊന്നായിരുന്നു. അത് കൊടുത്ത് കൊന്നതും ഇവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആൾക്കാർ തന്നെയായിരുന്നു. അവർ ആ കേസിൽ ആ പ്രതികളെല്ലാം തലയൂരിപ്പോയി, കോടതിയിൽ നിന്ന് ഊരിപ്പോയി. അത് എന്ന് പറഞ്ഞ പോലെ അത് പോലീസിൻ്റെ ഒരു വീഴ്ചയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ അഭിമന്യുവിൻ്റെ കേസിൽ ഇപ്പോൾ മണിയാശാൻ വീരവാദം മുഴക്കണം. മണിയാശാൻ പറഞ്ഞ എന്താണ്, ഞങ്ങൾ കൊച്ചിയിലായിപ്പോയി, ഇല്ലേയും ഒരുത്തനെയും വെച്ചു ഉറപ്പിക്കില്ലായിരുന്നു എന്നാണ് മണിയാശാൻ്റെ. അത് ഇങ്ങനെയാണ് പറഞ്ഞത്: ഉന്നത വിദ്യാഭ്യാസത്തിന് പോയ അഭിമന്യുവിനെ നിഷ്ഠൂരമായി കൊന്നു. രക്തസാക്ഷികളായവരെ കൊലപ്പെടുത്തിയവരെ നമ്മൾ വെറുതെ വിട്ടിട്ടില്ല. അടിക്കേണ്ടവരെ അടിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്യേണ്ടവരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ അഭിമന്യു കൊല്ലപ്പെട്ടത് എറണാകുളം മഹാരാജാസിലായിപ്പോയി, അല്ലെങ്കിൽ അവരെ വെച്ചു പൊറിപ്പിക്കുന്ന പ്രശ്നമില്ലായിരുന്നു. അത് ഉറപ്പാണ്. എന്നാൽ ഇത് നമ്മൾ വിടുന്നില്ല, ഇക്കാര്യം നമ്മുടെ അക്കൗണ്ടിൽ ഇരിക്കട്ടെ, കേസൊക്കെ ഉണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എറണാകുളം ജില്ലയിലെ CPM നേതാക്കന്മാരും പ്രവർത്തകന്മാരും പിന്നെ എന്താണ് കഴിവട്ടവരാണോ? അങ്ങനെയാണെങ്കിൽ അവരെ കൈകാര്യം അല്ല, ഇവർ ഉദ്ദേശിക്കുന്നത് ആ അഭിമന്യുവിനെ കാച്ചിയ ഞങ്ങൾ തിരിച്ചവന്മാരെ ഞാൻ കാച്ചണമെന്നാണ്. പക്ഷെ ഇവരെ ആകെ കാച്ചുന്നത് സ്വന്തം പാർട്ടിക്കാരെ മാത്രം. ഇന്നോവ വിട്ട് മാഷാള്ള എഴുതിയ ഇന്നോവ വിട്ട് സ്വന്തം ഇടതുപക്ഷത്തിൽപ്പെട്ടവനെ മാത്രമേ ഇവർ കാച്ചുകയുള്ളൂ. അതിന് മാത്രമേ ധൈര്യം ഇവർക്കുള്ളൂ. ഈ പറയുന്ന സംഘടനയുടെ പേര് പറയാനോ ഈ സംഘടനയ്ക്കെതിരെ പറയാനോ എത്രയോ SFI നേതാക്കളും DYFI നേതാക്കളും അതാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതിൽ എഴുതി വർഗീയത തുലയട്ടെ എന്ന് മതിലേൽ എഴുതി നിങ്ങളങ്ങ് മരിക്കുക. ആരുടെ വർഗീയത? എല്ലാത്തരം വർഗീയതയും തുലയട്ടെ. അപ്പോൾ അഭിമന്യുവിനെ കൊന്നതാരാ? അത് പോപ്പുലർ ഫ്രണ്ടുകാരാ. പിന്നെ നിങ്ങൾ എല്ലാത്തരം വർഗീയത എന്ന് പറയാതെ ആ വർഗീയത സ്പെസിഫിക് അല്ല, ഇവിടെ എല്ലാം വർഗീയതയുണ്ട്. ഹിന്ദു വർഗീയതയുണ്ട്, ഈ മുസ്ലിം വർഗീയതയുണ്ട്. അപ്പോൾ അതിൽ ഹിന്ദു വർഗീയതയും മുസ്ലിം വർഗീയതയെല്ലാം ഒന്നാണ്. അതുകൊണ്ട് പഞ്ചായത്തിലൊക്കെ ഒരുപാട് സഖ്യം ഉണ്ടാക്കി ഭരിച്ച പാരമ്പര്യം കൂടെ അവർക്കുണ്ട് ഈ അഭിമാനെ കൊന്ന പ്രസ്ഥാനക്കാരുമായിട്ട്. അപ്പോൾ എന്നിട്ടാണ് ഈ കിടന്ന് ഉരുണ്ട് കളിക്കുന്നത്. മണിയാശാനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും റഹീം ആണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കും. മണിയാശാനാകുമ്പോൾ പാർട്ടി ഒരു എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗ്രാമീണനാണ്, അദ്ദേഹം ഗ്രാമശൈലി പിന്തുടരുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആരെയും ഗ്രാമീണ രീതിയിൽ തന്തയ്ക്ക് വിളിക്കാം ആരുടെയും. അതുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്തായാലും മാത്രമല്ല മണിയാശാന് താത്വിക ഭാഷ അറിഞ്ഞും കൂടാ. ഇത് P രാജീവും മറ്റേ നമ്മുടെ എന്താണ് M സ്വരാജു എന്ന് പറയുന്ന ഭാഷ മണിയാശാന് പറയാൻ അറിഞ്ഞു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവർക്കൊരു രക്തസാക്ഷിയെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിലായിരിക്കാം അവരുടെ പേരൊന്നും പറയാത്തത് എന്ന് തോന്നുന്നു. അതെ, ആ അഭിമന്യുവിൻ്റെ പേരിൽ ഒരുപാട് കോടികൾ പിരിച്ചിട്ടുണ്ട്. ഒരു ചെറിയ വീട് മാത്രമാണ് അവർക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അവിടെ ഒന്നും സംഭവിച്ചില്ല. ഈ പൈസ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കുമില്ല. അല്ല, അത് മണിയാശാൻ അന്വേഷിക്കണമെന്ന് സ്വന്തം പാർട്ടിക്കാരുടെ എല്ലായിടത്തും ഇതാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ഇതാണ്. ഇപ്പം പയ്യന്നൂരിൽ സംഭവിച്ചതാണല്ലോ, എല്ലായിടത്തും ഇതാണ്. ഈ പൈസ ആദ്യം പിടിക്കുന്ന കുറച്ച് പൈസ വെച്ച് അവർക്ക് വീടോ എല്ലാം വെച്ച് കൊടുത്തിട്ട് ബാക്കി പൈസ എടുത്ത് അടിച്ചുകൊണ്ട് പൊക്കളയും. അതാണ് ഇവിടെ നടക്കുന്നത്. അതിനിടയ്ക്കാണ് മണിയാശാൻ ഈ വിവാദ പ്രസംഗമായിട്ട് വന്നിട്ടുള്ളത്. അതായത് അഭിമന്യുവിനെ കാച്ചിയവന്മാരെ എല്ലാം ഞങ്ങളും കാച്ചുവെന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇത് ചുമ്മാ പിന്നെ മണിയാശാൻ ഇങ്ങനെ പറയുന്നതാണ്. അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് തന്നെ അറിയാം, അന്നത്തെ 1-2-3 പ്രസംഗത്തെ തുടർന്ന് അറസ്റ്റിലായപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ നിന്ന് പേടിച്ച് കരഞ്ഞ ഒരാളാണ് മണിയാശാൻ. അപ്പോൾ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിന് മണിയാശാൻ പറയുന്നതായതുകൊണ്ട് അതിന് തക്ക ഗൗരവം മാത്രമായിരിക്കും ഇതിന് കിട്ടുക.